നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കുഞ്ചുകുട്ടിപ്പിള്ള സർവാധികാരിക്കാർ എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. പ്രസിദ്ധ മാന്ത്രികനും യുദ്ധവിദഗ്ധനും ചാരാഗ്രസരനും ധീരനും ശൂരനും അനന്യസാധാരണമായ കായബലത്തോടുകൂടിയ പുരുഷകേസരിയുമായിരുന്ന കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ജനനം ആലങ്ങാട്ട് താലൂക്കിൽ കോട്ടപ്പുറം ദേശത്ത് ചന്ദ്രത്തിൽ എന്നു പ്രസിദ്ധമായ നായർ ഗൃഹത്തിലായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ശാഖാകുടുംബമായി ഈ പേരോടുകൂടി തന്നെ ഒരു വീട് പറവൂർ താലൂക്കിൽ പറവൂത്തറ ദേശത്തിപ്പോഴുമുണ്ട്. കുഞ്ചുകുട്ടിപ്പിള്ളയുടെ ബാല്യത്തിൽ അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു. മലയാളവും തമിഴും സാമാന്യം പോലെ എഴുതാനും വായിക്കാനും കണക്കും ശീലമാക്കിയതിന്റെ ശേഷം ഏതാനും കാലം കായികാഭ്യാസവും യുദ്ധമുറകളും പരിശീലിച്ചു. പിന്നെ അദ്ദേഹം കുറച്ചുകാലം ദേശസഞ്ചാരം ചെയ്തിരുന്നു. അനന്തരം അദ്ദേഹം വീണ്ടും സ്വദേശത്തു തന്നെ മടങ്ങിയെത്തി. അക്കാലത്ത് നാടുവാഴികളായിരുന്ന ആലങ്ങാട്, പറവൂർ എന്നീ രാജാക്കന്മാരുടെ സേവകനായും ആ രാജാക്കന്മാരുടെ മേൽക്കോയ്മ സ്ഥാനം വഹിച്ചിരുന്ന കൊച്ചി രാജാവിന്റെ ആശ്രിതനായും താമസിച്ചിരുന്നു. അക്കാലത്താണ് 97-ാം ആണ്ട് നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൊച്ചി രാജാവിന്റെ ദാനപ്രകാരം ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിൽ ചേർത്ത് നാടുവാണിരുന്നത്. ആലങ്ങാടും പറവൂരും കൈവിട്ട് കളഞ്ഞതായി അറിഞ്ഞ ഉടനെ കുഞ്ചിക്കുട്ടിപ്പിള്ള തിരുവനന്തപുരത്തെത്തി മഹാരാജാവ് തിരുമനസ്സിലെ മുഖം കാണിച്ച് തന്റെ സ്ഥിതികളെല്ലാം തിരുമനസ്സറിയിക്കുകയും കൽപ്പന പ്രകാരം ആ തിരുമനസ്സിലെ സേവകനായി അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് കൊച്ചി രാജാവ് ഗൂഢമായി ആളയച്ച് കുഞ്ചുകുട്ടിപ്പിള്ളയെ തന്റെ അടുക്കൽ വരുത്തി. നീ നമ്മുടെ അധികാരത്തിലിരുന്ന രാജ്യത്ത് ജനിച്ചു വളർന്നവനാണല്ലോ, എന്നിട്ട് Sample complete. Ready to continue?